Number 5, integral minus 5 to 5 mod x plus 2 dx അല്ലേ? അത് എക്സ് പ്ലസ് ടു അല്ല, എക്സ് പ്ലസ് ടു ആയിരുന്നെങ്കിൽ നമുക്ക് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ ടു, ടുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 2x ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ എക്സ് പ്ലസ് ടു മോഡ് ഉണ്ട്. അപ്പോൾ മോഡ് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ സീറോൻ്റെ താഴേക്ക് അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സീറോൻ്റെ താഴേക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈന് മൈനസ് എക്സും സീറോൻ്റെ മുകളിലേക്കായിരിക്കും പ്ലസ് എക്സ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ സീറോ വന്നത്? ഈ മോഡിൻ്റെ ഉള്ളിൽ വന്ന വാല്യൂവിനെ എക്സിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യാം. ആ മോഡിൻ്റെ ഉള്ളിൽ വന്ന ആ എക്സ്പ്രഷനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ സീറോ എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇനി അത് എക്സ് പ്ലസ് ടു ആയിരുന്നെങ്കിൽ, മോഡ് ഓഫ് എക്സ് പ്ലസ് ടു ആയിരുന്നെങ്കിൽ ഇവിടെ മോഡിൻ്റെ ഉള്ളിൽ വന്നത് എന്താണ്? എക്സ് പ്ലസ് ടു ആണ്. ആ എക്സ് പ്ലസ് ടുവിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? മൈനസ് ടു. അപ്പോൾ നേരത്തെ എക്സ് ഈക്വൽ ടു സീറോ ആയിരുന്നെങ്കിൽ ഇനി ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് ആരാണ്? എക്സ് ഈക്വൽ ടു മൈനസ് ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആയതുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു സീറോ. എക്സ് പ്ലസ് ടു ആയിരുന്നെങ്കിൽ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു മൈനസ് ടു. ഇനി മൈനസ് ടുവിൻ്റെ താഴേക്ക് എക്സ് പ്ലസ് ടുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈന് അതെങ്ങനെയായിരിക്കും? മൈനസ് എക്സ് മൈനസ് ടു. മൈനസ് ടുവിൻ്റെ മുകളിലേക്ക് സെയിം എക്സ്പ്രഷൻ എന്താണ്? എക്സ് പ്ലസ് ടു. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ നോക്കണം. എവിടെ തൊട്ട് ഏത് വരെയാണ്? മൈനസ് 5 തൊട്ട് പ്ലസ് 5 വരെയാണ്. അപ്പോൾ ഇതിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ? മൈനസ് 5 തൊട്ട് മൈനസ് ടു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മൈനസ് 5 തൊട്ട് മൈനസ് ടു വരെ ഏതാണ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്? മൈനസ് എക്സ് മൈനസ് ടു, മൈനസ് എക്സ് മൈനസ് ടു ഡി എക്സ് പ്ലസ് ഇനി 2 to 5 മൈനസ് 2 to 5 ഏതാണ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്? പ്ലസ് എക്സ് പ്ലസ് ടു, മൈനസ് 2 to 5 എന്താണ്? പ്ലസ് എക്സ് പ്ലസ് ടു ഡി എക്സ്. ഇനി ഓരോന്നിനെയും സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? മൈനസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു. മൈനസ് ടുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരിക്കും? മൈനസ് 2x. അവിടെ ലോവർ ലിമിറ്റ് മൈനസ് 5, അപ്പർ ലിമിറ്റ് മൈനസ് 2. അഗൈൻ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ ടു. ടുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്തായിരിക്കും വരിക? 2x. അവിടെയും ലോവർ ലിമിറ്റ് മൈനസ് 2, അപ്പർ ലിമിറ്റ് 5. ഇനി പഴയ പോലെ തന്നെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. മൈനസ് 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാണ്? മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? മൈനസ് 5 സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 5 പ്ലസ് ഇനി സെക്കൻഡും ഇതേപോലെ തന്നെ എന്ത് വരും? 5 സ്ക്വയർ ബൈ 2 പ്ലസ് 2 ഇൻറ്റു 5 കുറച്ച് കാൽക്കുലേഷൻസ് വരും. മൈനസ് അടുത്തെന്ത് വരും? മൈനസ് 2 സ്ക്വയർ ബൈ 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ റെഡിയായി. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. മൈനസ് ഓഫ് മൈനസ് 2 സ്ക്വയർ, അപ്പോൾ അതിനെ ഈ രീതിയിൽ എഴുതാം. മൈനസ് 2 സ്ക്വയർ എന്താ? 4 ബൈ 2. മൈനസ് 2 ഇൻറ്റു മൈനസ് 2 എന്താണ്? പ്ലസ് 4 മൈനസ് ഓഫ് മൈനസ് 5 സ്ക്വയർ എന്താ? 25 ബൈ 2. മൈനസ് 2 ഇൻറ്റു മൈനസ് 5 എന്താ? പ്ലസ് 10 പ്ലസ് അഗൈൻ 5 സ്ക്വയർ ബൈ 2, 25 ബൈ 2 പ്ലസ് 10 മൈനസ് ഓഫ് 2 സ്ക്വയർ എന്തായിരിക്കും? പ്ലസ് 4 ബൈ 2. 2 ഇൻറ്റു മൈനസ് 2 എന്ത് വരും? മൈനസ് 4. ഇനി സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് 4 ബൈ 2 എന്താണ്? മൈനസ് 2 പ്ലസ് 4. ഈ മൈനസ് ഓഫ് മൈനസ് 25 ബൈ 2 എന്തായി മാറും?
പ്ലസ് 25/2 മൈനസ് ഓഫ് -10 എന്തായി മാറും -10 പ്ലസ് 25/2 പ്ലസ് 10 മൈനസ് 4/2 2 മൈനസ് ഓഫ് -4 എന്തായി മാറും +4. ഇനി സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. പ്ലസ് 25/2 പ്ലസ് 25/2 ഈ 25/2ഉം 25/2ഉം കൂടെ എന്തായി മാറും 50/2. 50/2 എത്രയാണ് 25. ഇനി ഇതിൽ +4 രണ്ടും കൂടെ എന്തായി മാറി +8 ആയി മാറി അല്ലേ. ഇനി 10 -2 എന്തായി മാറി സോറി ഈ +10 ഈ +10ഉം -10ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ദെൻ +4 +8 -2 എന്തായിരിക്കും -4. ഓക്കെ അങ്ങനെ 25 + 8 - 4 എന്താ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 29.